അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിംഗിലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഗോൾഡൻ ചോദ്യങ്ങളുണ്ട്. ഗോൾഡൻ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കഷൻ നടത്തുന്നത്. പല വർഷങ്ങളിൽ പല മാസങ്ങളിൽ വന്നിട്ടുള്ള കേറ്ററ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഗോൾഡൻ ചോദ്യങ്ങളെയാണ് ഞാൻ ഇന്ന് കയ്യോടെ പിടിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഗോൾഡൻ ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോ നോക്കാം, സൈക്കോളജിയിലെ ഭാഗം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും പ്രയാസം തന്നെയാണല്ലോ. സോ ഇന്ന് നമുക്ക് മുൻവർഷങ്ങളിലെ ഗോൾഡൻ ചോദ്യങ്ങളിലേക്ക് പോകാം. നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കണം. ചിലതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് എത്ര മാർക്ക് ടോട്ടൽ കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കേട്ടിട്ട് ഒക്ടോബർ 2022. ഞാനൊരു വർഷവും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ, ഏതിലാണെന്നുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, പല വർഷങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ, ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നാലും പഠിച്ചിട്ട് പോകാം. ആൽപോർട്ടിന്റെ വ്യക്തിത്വ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത്? ആൽപോർട്ടിന്റെ ട്രൈറ്റ് തിയറിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നാലും പഠിച്ചിട്ട് പോവുക. സാധാരണ ഇതിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ട്രൈറ്റ് തിയറി എന്ന് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ താഴെ പറയുന്നതിൽ അത് ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോ എന്ത് ചെയ്യാ, നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന ആൻസറും നിങ്ങൾ പറയുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സമ്മേറ്റീവ് ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ 3 ട്രൈറ്റുകളാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഒന്ന് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. 2 സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. 3 സെക്കൻഡറി ട്രൈറ്റ്. ഇതാണ് 3 ട്രൈറ്റുകൾ പറയുന്നത് കേട്ടോ. അതില് പരീക്ഷയ്ക്ക് ഏറ്റവും ചോദിച്ചു വന്നിട്ടുള്ള ഒരു എന്താ പറയാ സിറ്റുവേഷൻ ചോദ്യം എന്താണ് ചോദിക്കുന്ന ഒന്നാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വരുന്ന സംഭവം ഉണ്ടാവുമല്ലോ, അതാണ് ആ ഒരു സവിശേഷത. അതിനെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ചാർലി ചാപ്ലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ്, അദ്ദേഹം ഒരു കൊമേഡിയനാണ് അല്ലെ, ചിരിപ്പിക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. അതേപോലെ തന്നെ ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്, ലാഹിംസ, സത്യാഗ്രഹം, ഇത് പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ആ സ്വഭാവ സവിശേഷത ട്രൈറ്റിനെയാണ് നമ്മൾ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. അതല്ലാത്ത വേറെ ഗുണങ്ങളുണ്ടാകും, പക്ഷെ നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ട്രൈറ്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, സൈക്കോളജിയുടെ മാത്രം ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറഞ്ഞു തരുന്ന സൈക്കോളജിയുടെ ക്ലാസ് നമുക്ക് ഓൺലൈൻ ബാച്ച് അവൈലബിൾ ആണ്. ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ സി ആണ്. ഇതിനകത്ത് ഉൾപ്പെടാത്തത് സമ്മേറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ കാർഡിനൽ ട്രൈറ്റും സെൻട്രൽ ട്രൈറ്റും സെക്കൻഡറി ട്രൈറ്റും ഓർത്തു വെക്കാൻ വേണ്ടി കുറച്ച് കോഡുകൾ നമ്മളവിടെ പറയുന്നുണ്ട്, ആ സവിശേഷതകൾ ഓർത്തു വെക്കാൻ വേണ്ടി. കാരണം ചോദ്യം ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇത് 2022 കേട്ടിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഇതും 2022 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗസ്റ്റാൾട്ട് പഠന നിയമങ്ങൾ അനുസരിച്ച് പഠനം ഫലപ്രദമാകാൻ എന്ത് വേണം എന്നുള്ളതാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വേണ്ടത്? ആവർത്തിച്ച് പഠിക്കുമ്പോഴാണോ, കാണാതെ പഠിക്കുമ്പോഴാണോ, സമഗ്ര വീക്ഷണത്തിലൂടെ പഠിക്കുമ്പോഴാണോ, ശ്രമപരാജയങ്ങൾ പഠിക്കുമ്പോഴാണോ? ഏതാണ് ഗസ്റ്റാൾട്ട് നിയമം പറയുന്നത്? എന്താണ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? സമഗ്ര വീക്ഷണത്തിലൂടെ പഠിക്കുമ്പോൾ. ഈ സമഗ്ര വീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കേണ്ട. ഗസ്റ്റാൾട്ട് സൈക്കോളജി ഇത്രേ ഉള്ളൂ, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഒരാളെ കുറിച്ച് അറിയാൻ മൊത്തത്തിൽ അറിയണം, മനസ്സിലാവട്ടെ. സമഗ്രമായി പഠിക്കണം. അയാൾ മൊത്തത്തിൽ അറിയുമ്പോഴാണ് ആ സംഭവം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പഠനം നടക്കുന്നത്, നോളജ് കിട്ടുന്നത്. അതിലെ പാർട്ടായിട്ടുള്ള പഠനത്തിനല്ല, സമഗ്ര വീക്ഷണത്തിലൂടെയുള്ള പഠനത്തിനാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ
ഏറ്റവും അധികം ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ചോദ്യവും ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, സമഗ്രമായിട്ട് പഠിക്കുക, മൊത്തത്തിൽ പഠിക്കുക കേട്ടോ, പാർട്ടായിട്ട് പഠിക്കരുത്, മൊത്തത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇത് കേട്ടിട്ട് 2022 ചോദിച്ചതാണ്, സി ആണ് കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ചോദിക്കാം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സർഗാത്മകത, അത് ക്രിയേറ്റിവിറ്റി ചൈൽഡിന്റെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത്. ശ്രദ്ധിക്കണം, ക്രിയേറ്റിവിറ്റി ചൈൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, സർഗാത്മകതകൾ കുട്ടികളാണ്. അപ്പൊ അതിൽ താഴെ പറയുന്ന ഓപ്ഷനില് ഏറ്റവും കുറവ് സാധ്യത ആ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാലോ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പുതിയ ആശയം, ഒരു പുതിയ ഐഡിയ കൊണ്ടുവരുന്നതിന് ക്രിയേറ്റിവിറ്റി ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണെന്ന് പറയും അല്ലെ, പുതിയൊരു കാര്യം കൊണ്ടുവരാം. ഇനി പഴയ കാര്യത്തിൽ തന്നെ തന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് ഒരു സംഭവത്തെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് എന്ത് പറയാം, ക്രിയേറ്റിവിറ്റി എന്ന് പറയാം. കോപ്പി അതേപോലെ കോപ്പി അടിക്കാന്ന് പറയാം. പക്ഷെ പഴയ സംഭവം അവന്റേതായിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നതിനെയും നമ്മൾ എന്ത് പറയും, ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അപ്പൊ ആ കുട്ടിക്ക് എന്താ വേണ്ടത്, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി വേണം അല്ലെ, ഒഴുക്ക് വേണം, ആശയങ്ങളുടെ ഒഴുക്ക് ഉണ്ടായിരിക്കണം. ഒരു ആശയം പറഞ്ഞു കൊടുത്താൽ അതിനകത്ത് തന്നെ എന്താണ് മനസ്സും തങ്ങി നിൽക്കുന്ന കുട്ടിയാകാൻ പാടില്ല. ആശയങ്ങൾ ഇങ്ങനെ വേണം, ചിന്തകൾ ഇങ്ങനെ വേണം. പിന്നെയോ ഡൈവേർജൻ തിങ്കിങ് വേണം അല്ലെ, ഡൈവേർജൻ തിങ്കിങ് ഉണ്ടായിരിക്കണം. ഡൈവേർജൻ തിങ്കിങ് ഒരുപാട് സൊല്യൂഷൻ, മെനി സൊല്യൂഷൻ ആണ് പറയുന്നത് കേട്ടോ, ഒരുപാട് പരിഹാര മാർഗങ്ങൾ കിട്ടുന്നതാണ് ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത്. ആ ചിന്തന എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്, അതാണ് ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉണ്ടായിരിക്കണം, ഐഡിയ ഉണ്ടായിരിക്കണം, ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം അല്ലെ, ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. കുറവ് സാധ്യതകൾ കൺവേർജൻ തിങ്കിങ് ആണ് കേട്ടോ. കൺവേർജൻ തിങ്കിങ്, ഡൈവേർജൻ തിങ്കിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് കൺവേർജൻ തിങ്കിങ്. എന്നാ പറയുക, ഡൈവേർജൻ തിങ്കിങ്ങിൽ മെനി സൊല്യൂഷൻസ് ആണ്, കുറെ പരിഹാര മാർഗങ്ങൾ ഉണ്ടെങ്കിൽ കൺവേർജൻ തിങ്കിങ് വരുമ്പോൾ എന്താണ്, വൺ സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഒരു പരിഹാര മാർഗം മാത്രമേ ഉള്ളൂ. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്, ഒരു പരിഹാര മാർഗം ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് ആണ് വരുന്നത്, ബുദ്ധി. കൺവേർജൻ തിങ്കിങ്ങുള്ള കുട്ടികൾക്ക് ഇന്റലിജൻസ് എന്ന് പറയും. മറ്റേത് ഡൈവേർജൻ തിങ്കിങ് ആണെങ്കിലോ ക്രിയേറ്റിവിറ്റി ആണ് വരുന്നത് കേട്ടോ. ഡൈവേർജൻ തിങ്കിങ്ങിന് ക്രിയേറ്റിവിറ്റി ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഏറ്റവും കുറവ് സാധ്യതകൾ കൺവേർജൻ തിങ്കിങ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും 2022 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂൾ ലീഡറായി ആൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ജെൻഡർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ജെൻഡർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇക്വിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്നൊക്കെ പറയും, ജെൻഡർ പ്രെജുഡിയസ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാര്യം ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗോൾഡൻ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഇവിടെ എന്താണ്, ആൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം, ജെൻഡർ ബയാസ് ആണ് അല്ലെ. ഒരു വിഭാഗത്തിന് എന്ത് ചെയ്യുക, പ്രാമുഖ്യം കൊടുക്കുക, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പ്രാമുഖ്യം കൊടുക്കുക എന്ന് പറയുന്നതിന് ജെൻഡർ ബയാസ് എന്നാണ് പറയുന്നത് കേട്ടോ. ജെൻഡർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആവശ്യങ്ങൾക്ക് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട്, ജെൻഡർ ഇക്വിറ്റി ഉണ്ട്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക, അതാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജെൻഡർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആവശ്യങ്ങൾക്കനുസരിച്ച്, നീഡ്സിനനുസരിച്ച് കൊടുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ക്ലാസ്സിൽ ഷോക്സ്, ഒരു ചെരുപ്പ് വിതരണം ചെയ്യാന്ന് വിചാരിക്കാം അല്ലെ. ആണിന് പെണ്ണിന് ചെരുപ്പ് വിതരണം ചെയ്യാണ്, ഒരേപോലെ കൊടുക്കുകയാണ്. അവിടെ സൈസ് ഒന്നും, എല്ലാവർക്കും ഒരേ സൈസ് എന്ന് വിചാരിക്കാം. അതിനെയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ജെൻഡർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്താണ്, അവരുടെ സൈസിനനുസരിച്ച് കൊടുക്കുക. അവിടെ ഷൂ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ഷൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഷൂ കൊടുക്കുമ്പോൾ അവിടെ നീഡ്സ്, അവരുടെ സൈസ് ഏതാണോ അതിനനുസരിച്ച് കൊടുക്കുന്നതിനെ ജെൻഡർ ഇക്വിറ്റി എന്ന് പറയും. മനസ്സിലാവണ്ട. അപ്പൊ 7 സൈസ് എങ്കിൽ എല്ലാവർക്കും 7 സൈസ് കൊടുക്കുന്നതിനാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ. പക്ഷെ അതല്ല, ഈ കുട്ടിക്ക് 6 സൈസ്, അപ്പൊ ആ കുട്ടിക്ക് 6 കൊടുക്കുന്നു, ഈ കുട്ടിക്ക് 8 കൊടുക്കുന്നു, ഈ കുട്ടിക്ക് 7 കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ ജെൻഡർ ഇക്വിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ ആൻസർ ജെൻഡർ ബയാസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗിന് സമാന്തരമായി ഡേവിഡ് ഓസബൽ മുന്നോട്ട് വയ്ക്കുന്ന പഠന രീതി. അപ്പൊ ഡേവിഡ് ഓസബലിന്റെ പഠന രീതി പഠിച്ചാൽ മതി നമ്മള്. ഡേവിഡ് ഓസബലിന്റെ പഠന രീതി ഏതാണ്? എല്ലാവർക്കും അറിയാം, റിസപ്ഷൻ ലേണിംഗ് അല്ലെ. റിസപ്ഷൻ ലേണിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, ഓസബലിന്റെ. അതുപോലെ അഡ്വാൻസ് ഓർഗനൈസർ, അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഓർക്കേണ്ട ഒരു ടേമാണ് അഡ്വാൻസ് ഓർഗനൈസർ കേട്ടോ. ഓസബലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർക്കേണ്ടതാണ്.
ദെൻ അടുത്തത് ഇതും 2022 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ളതാണ്. വാചിക ബന്ധപഠനം അഥവാ വെർബൽ അസോസിയേഷൻ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് താഴെ പറയുന്ന ഏത് ശ്രേണിയുമായി ബന്ധപ്പെട്ടത്, ഏത് ഹൈറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്? ഡിസ്കവറി ലേണിംഗ്, അതുപോലെ മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്, ഗാഗ്നെ മോഡൽ ഓഫ് ലേണിംഗ്, നൺ ഓഫ് ദീസ്. നമുക്കറിയാം എല്ലാവരും കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാഗ്നയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഗാഗ്നയുടെ തിയറി എന്ന് പറയുന്നത് ലേണിംഗ് തിയറിയാണ്, പഠന ശ്രേണിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മാസ്ലോയുടെ ഹൈറാർക്കി വരുന്നത് നീഡ്സ് ആണ്, ആവശ്യങ്ങളുടെ ശ്രേണി. ഇദ്ദേഹത്തിന്റെ പഠന ശ്രേണിയാണ് ഗാഗ്നയുടെ എങ്കിൽ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയാണ്. ഗാഗ്നയുടെ തിയറി പഠിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾ എന്ത് ചെയ്യും, ആ ശ്രേണി 8 ശ്രേണി മാത്രം കാണാപ്പാഠം പഠിക്കും. ഓക്കെ, അത് പഴയ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 8 ഇതുണ്ടല്ലോ, ആ 8 സ്റ്റേജിലും വരുന്ന കുട്ടികൾക്ക് വരുന്ന ആ പഠനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് വരുന്നത്, ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളത്. അവിടെ തന്നെ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ആഴത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം, അതിന്റെ ഓർഡറും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആതിര അവളുടെ അമ്മ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അനുകരിക്കുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഇത് കേട്ടിട്ട് 2019 ഫെബ്രുവരി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് അനുകരിക്കുന്നു? നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഒരു പോയിന്റ് ഉണ്ട് അവിടെ, അല്ലെ? ആതിര അനുകരിക്കുന്നു. ഏതായിരിക്കും അനുകരണം എന്ന് പറയുമ്പോൾ? സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ്, അല്ലെ? ഒബ്സർവേഷൻ ലേണിംഗ് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആരുടേതാണ്? ബന്ദൂരയുടെ, അല്ലെ? ബന്ദൂരയുടെ തിയറി നമ്മൾ കോഡ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്താണ്, പരീക്ഷാ ഭവനിൽ നിന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആ തിയറി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ കറക്റ്റ് ആൻസർ സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ് തിയറിയാണ് കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വ്യക്തി വ്യത്യാസങ്ങൾ കാണപ്പെടുന്നത്, ഇതും ഫെബ്രുവരി 2019 ചോദിച്ചിട്ടുള്ളതാണ്. വ്യക്തിത്വ വ്യത്യാസങ്ങളെ കുറിച്ച് കേട്ടോ. ശാരീരിക ഗുണങ്ങളിലാണ് വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കായിക നൈപുണ്യങ്ങൾ മാത്രം, താല്പര്യങ്ങളിൽ മാത്രം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം എല്ലാത്തിലും ഉണ്ടാകും. ഇവയെല്ലാം ശാരീരികങ്ങളിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകാം, അതുപോലെ തന്നെ കായിക നൈപുണ്യങ്ങൾ ഉണ്ടാകാം, ഇൻട്രസ്റ്റ് ഉണ്ടാകാം, ഇതിനകത്തൊക്കെ എന്തുണ്ടാകാം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകാം. കറക്റ്റ് ആൻസർ ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സ്കൂളിലെ നിലവിലുള്ള ഫുൾ ടൈം കഴിയുന്നതിന് മുമ്പ് തന്നെ സുജേഷിന് തൊട്ടടുത്ത് ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. സുജേഷ് ഒരു ഡാഷ് കുട്ടിയാണ്. ഇതും 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്കൂൾ നിലവിൽ ഫുൾ ടൈം കഴിയുന്നതിന്, ആ ഒരു അധ്യയന വർഷം കഴിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ സുജേഷിന് എന്ത് ചെയ്തു, അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഇവൻ ഒരു ഗിഫ്റ്റഡ് ചൈൽഡ് ആയതുകൊണ്ട്, അല്ലെ? ഗിഫ്റ്റഡ് ചൈൽഡ് ആയതുകൊണ്ട് അവർക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഡബിൾ പ്രമോഷൻ ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. ഡബിൾ പ്രമോഷൻ കൊടുക്കുന്നത് സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കുറച്ചും കൂടിയൊക്കെ നല്ല ആക്ടിവിറ്റി സംഭവങ്ങളെ കൊടുക്കുന്നത് ഇവർക്കായിരിക്കും. കുറച്ചും കൂടി അവർക്ക് ക്യാച്ച് ചെയ്യാനും അത് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ട്. അപ്പൊ ഗിഫ്റ്റഡ് ചൈൽഡ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന റിവേഴ്സിബിലിറ്റി എന്ന സവിശേഷത ബുദ്ധിവികാസത്തിന്റെ അഥവാ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഏത് ഘട്ടത്തിലാണ് വരുന്നത്? 2021 മെയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് തിയറിയിലാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലുള്ളതാണ്. പരീക്ഷ ഭവന്റെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഗോൾഡൻ ടോപ്പിക്കിൽ പെട്ടിട്ടുള്ള ഒരു തിയറിയാണ് പിയാഷെയുടെ തിയറി. എപ്പോഴും അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജിലാണോ ഇറിവേഴ്സിബിലിറ്റി വരുന്നത്? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണോ, ഫോർമുല ഓപ്പറേഷൻ സ്റ്റേജിലാണോ? നിങ്ങൾ പിയാഷെയുടെ തിയറി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. ആ സ്റ്റേജ് കറക്റ്റ് ഓർഡർ പഠിക്കുക, സ്റ്റേജ് പഠിക്കുക, ആ സ്റ്റേജിൽ കുട്ടിക്ക് വരുന്ന ഏജ് പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്റ്റേജ്, ഓരോ സ്റ്റേജിലും കുട്ടിക്ക് വരുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ചേഞ്ചസ് എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ചില കുട്ടികൾ ചിലപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആൻസർ വിചാരിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഐ ഉണ്ട് കേട്ടോ, ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് ആണ് 2 ദിശ. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ദിശയും ചിന്തിക്കാൻ പറ്റും. അത് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. തിരിച്ചു മറിച്ചും കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് 2 രൂപത്തിലും ഒരു കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് 2 രൂപത്തിലും ചിന്തിക്കാൻ പറ്റുന്ന റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എങ്കിൽ, ഒരു ദിശയിൽ മാത്രം ചിന്തിക്കാൻ പറ്റുന്നത് അത് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിലാണ്, അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് കേട്ടോ. ഇത് മാറിപ്പോയത് അയ്യനെ ശ്രദ്ധിക്കാതെ പോകരുത്. പരീക്ഷാ ഹാളിലൊക്കെയാണ് തലേന്ന് ഇങ്ങനെ പുകയൊക്കെ പോകുന്ന സമയമായിരിക്കും.
ഇനി ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? മെയ് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലെ, ഇലക്ട്ര കോംപ്ലക്സ്. ആരാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ആശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ടേം ആണ് വരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണ്ട. സിഗ്മണ്ട് ഫ്രോയിഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഫ്രോയിഡ് കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി നമ്മൾ പഠിച്ചു വെക്കണം. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ രണ്ട് കോംപ്ലക്സ് ഉണ്ട്, ഇലക്ട്ര കോംപ്ലക്സ് ഉണ്ട്, എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ട്. അതായത് ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന ഒരു കാമനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. ആൺകുട്ടികൾക്ക് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്നതാണ് ഇലക്ട്ര കോംപ്ലക്സ് തോന്നുന്നത്. അച്ഛനോട് തോന്നുന്ന ഒരു സ്നേഹം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്നത്. ഓക്കെ, അത് സിഗ്മണ്ട് ഫ്രോയിഡ് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ടേംസ് ആണ്, ഓർത്തു വെക്കുക. 12ാമത്തെ ചോദ്യം, ഒരു പാഠഭാഗം പരിചയപ്പെടുത്തുമ്പോൾ ഒരു അധ്യാപിക പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഏതാണ്? 2018 ഫെബ്രുവരി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു പാഠഭാഗം അവതരിപ്പിക്കുമ്പോൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? പാഠഭാഗത്തിന്റെ ആസൂത്രണമാണോ, പഠനനില ബോധ്യപ്പെടുത്തലാണോ, കുട്ടികളുടെ അഭിപ്രായം ഉണ്ടാക്കലാണോ, പഠനോപകരണം തിരഞ്ഞെടുക്കലാണോ? ഉറപ്പായിട്ടും കുട്ടികൾക്കല്ലേ പഠിപ്പിച്ചു കൊടുക്കണത്. സ്വാഭാവികമായിട്ടും അവരിലൊരു അഭിപ്രായം, അവരിലൊരു മോട്ടിവേഷൻ ഉണ്ടാകണം, അവർക്ക് താല്പര്യം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് കാര്യം ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ലോ ഓഫ് റെഡിനെസ് ഒക്കെ പഠിച്ചത് അല്ലെ. തോണ്ടേക്കിന്റെ തിയറി പറഞ്ഞപ്പോൾ തന്നെ ലോ ഓഫ് റെഡിനെസ് എന്നുള്ള ലോസ് പഠിച്ചത്. കുട്ടികൾ തയ്യാറാവണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരിൽ മോട്ടിവേഷൻ ഉണ്ടാക്കണം. ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്, കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കൽ കേട്ടോ. ദെൻ കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത്. നല്ല ശീലം ഏതാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ, സോഷ്യൽ ലേണിംഗ് ആണ്, ഗസ്റ്റാൾട്ട് ലേണിംഗ് ആണ്? അറിയാം, കറക്റ്റ് ആൻസർ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് അല്ലെ. റിവാർഡും അതുപോലെ റീഇൻഫോഴ്സ്മെന്റും കൊടുത്തിട്ട് കുട്ടികളിൽ എന്ത് ചെയ്യുന്നു? നല്ല നല്ല ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ക്ലിയർ ആണല്ലോ. ദെൻ 2018 തന്നെ ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ, ദീർഘകാലത്തെ രോഗാവസ്ഥ മൂലമുള്ള പരീക്ഷയിൽ താൻ പരാജയപ്പെട്ടത് എന്ന് ന്യായീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രം എന്താണ്? അതായത് ദീർഘകാല അസുഖം കൊണ്ടാണ് താൻ പരീക്ഷയിൽ പരാജയപ്പെട്ടത് എന്ന് ന്യായീകരിക്കുകയാണ്. സംഭവം അസുഖമുണ്ട്, അതുകൊണ്ട് കുറെ ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ കുറച്ചൊക്കെ പഠിക്കാമായിരുന്നു, പക്ഷെ അവൻ പഠിച്ചില്ല. എന്നിട്ട് അവൻ എന്ത് പറയണത്? അത് അസുഖമായത് കൊണ്ടാണെന്ന് ന്യായീകരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? പ്രൊജക്ഷൻ ആണോ, റാഷണലൈസേഷൻ ആണോ, കോമ്പൻസേഷൻ ആണോ, ഐഡന്റിഫിക്കേഷൻ ആണോ? ഇത് ഡിഫൻസ് മെക്കാനിസം ആണ്. ഗോൾഡൻ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ടതാണ്. അത് ഗോൾഡൻ ക്വസ്റ്റ്യനിൽ പെട്ടതാണ്. ഇനിയും പലപ്പോഴും ചോദിക്കാവും സാധ്യതയുള്ള ചോദ്യമാണ്. 2019 ഫെബ്രുവരിയിൽ വന്നിട്ടുള്ളതാണ്. കറക്റ്റ് ആൻസർ റാഷണലൈസേഷൻ ആണ് കേട്ടോ. ഒരാളെ ഒരു സംഭവത്തെ ന്യായീകരിച്ച് പറയലാണ് എന്താ റാഷണലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറയില്ലേ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറ്റപ്പെടുത്തി പറയുക, തന്റെ തെറ്റും കുറവ് വേറെ ആളിലേക്ക് കുറ്റപ്പെടുത്തി ആരോപിച്ച് പറയുക. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ പറ്റാത്ത സംഭവം വേറൊരു മേഖലയിൽ എന്ത് ചെയ്യുന്നു? അവൻ കൊണ്ടുവരുന്നതിനാണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാല്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തനിക്ക് നേടാൻ പറ്റാത്ത ഒരു സംഭവം വേറൊരാൾ നേടിക്കഴിയുമ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. ഇപ്പൊ സച്ചിൻ സെഞ്ചുറി അടിക്കുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്നു എന്ന് പറയുന്നത്, നമ്മൾ സന്തോഷിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം സെഞ്ചുറി അടിച്ചത് സച്ചിനാണ്. മനസ്സിലാവണ്ടോ? അപ്പോ എന്ത് ചെയ്യുന്നു? വേറൊരാൾ നമുക്ക് തനിക്ക് നേടാൻ പറ്റുന്ന സംഭവം വേറൊരാൾ നേടിക്കഴിയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന പ്രതിരോധ തന്ത്രമാണ് എന്ത്? ഐഡന്റിഫിക്കേഷൻ. ഡീറ്റെയിൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ടൈം കുറവുകൊണ്ട് അതൊന്നും അനന്തേക്ക് കിടക്കുന്നില്ല. കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, ടോപ്പിക് പഠിക്കാത്തവർ പഠിക്കാം. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ പഠിതാവിൽ ജ്ഞാന നിർമ്മിതി നടക്കണമെങ്കിൽ എന്ത് തരം രീതികളാണ് കൊടുക്കേണ്ടത്? വൈഗോട്സ്കിയുടെ തിയറി പച്ചവെള്ളം പോലെ പഠിച്ചാണ്. ഏത് പറഞ്ഞാലും വൈഗോട്സ്കിയുടെ തിയറി മറക്കില്ല. അത്രയും സിമ്പിൾ ആയിക്കൊണ്ട് ആ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റോറി എന്തുകൊണ്ട് പറയുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിയറി ഓർക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഫെബ്രുവരി 2012 ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, സൈക്കോളജിയുടെ ക്ലാസ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് നിമിഷം പഠിച്ച് മുന്നേറണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതിന് സ്കോർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതാണ് കേട്ടോ. സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഇതേതാണ് ആൻസർ കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം. സഹവർത്തിത പഠനമാണ് അല്ലെ. സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്, അതുപോലെ കോപ്പറേറ്റീവ് ലേണിംഗ്, ഇതൊക്കെ എന്താണ്? സഹകരിച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ്. അത് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വിശകലനം പഠന വിഷമതകൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളുടെ പഠന വിഷമതകൾ കേട്ടോ, ഇവിടെയാണ് വരേണ്ടത്, മാറിപ്പോയത് കേട്ടോ. കുട്ടികളുടെ പഠന വിഷമതകൾ
വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു അധ്യാപികക്ക് ഉപയോഗിക്കാവുന്നത്. ഇവിടെയാണ് വിശകലനം വേണ്ടത്. ഓക്കെ, ഏതാണ് കുട്ടിക്ക് ലേണിങ്ങിലുള്ള കുറവുകൾ, ന്യൂനതകൾ, പോരായ്മകൾ നോക്കുന്നത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ, ഡയഗ്നോസ്റ്റിക് ആണോ, പ്രാഗ്നോസ്റ്റിക് ആണോ? ഏതാണ് അത്? കറക്റ്റ് ആൻസർ ഡയഗ്നോസ്റ്റിക് ആണ് അല്ലെ. ഡയഗ്നോസ്റ്റിക് ആണ് നമ്മൾ ലേണിങ്ങിലുള്ള കുറവ്, പോരായ്മ, ന്യൂനതയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു അധ്യാപികക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത്, സ്വന്തം കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കാൻ കഴിവുള്ളതും തന്നോട് മറ്റുള്ളവരോടും ആരോഗ്യപരമായ മനോഭാവം നിലനിർത്താൻ കഴിവുള്ള കുട്ടിയിൽ പ്രമുഖമായി കാണപ്പെടുന്നത്. അതായത് സ്വന്തം കഴിവുകൾ അറിയാം, സ്വന്തം പോരായ്മകൾ അറിയാം, അത് മനസ്സിലാക്കാൻ കഴിവുണ്ട്. അതുപോലെ തന്നെ എന്താണ്, തന്നോടും മറ്റുള്ളവരോടും ആരോഗ്യപരമായി നല്ല രൂപത്തിൽ മനോഭാവം നിർത്താൻ സാധിക്കുന്നത്. ഏതാണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്. ഗോൾഡൻ ടോപ്പിക്കിൽ ഇതാണ്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ആണ്, സെയിം വർഷം തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഏതാണ്? ഇൻട്രാ പേഴ്സണൽ അല്ലെ, ഇൻട്രാ പേഴ്സണൽ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തത്തിന്റെ കുറവുകളും കഴിവുകളും ഒക്കെ അറിയാൻ പറ്റുന്നതാണ്. ഇന്റർ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളുമായിട്ട് കൃത്യമായിട്ട് സഹവസിക്കാനും ഇടപഴകാനും ഒക്കെ കഴിവാണ് എന്ന് പറയാ ഇന്റർ പേഴ്സണൽ. ഇന്റർ പേഴ്സണൽ, വേറൊരാളോട് സംസാരിക്കാൻ കഴിയുക, എന്താണ് കാര്യങ്ങൾ നേതൃത്വം കൊടുക്കാൻ പറ്റുക, ഇതൊക്കെ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് പറ്റും. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവും കുറവും പോരായ്മയൊക്കെ അറിയുന്നു. ഡി ആണ് കറക്റ്റ് ആൻസർ. ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇനി നവംബർ 2019 ചോദിച്ച ചോദ്യം, ഒരു തത്വത്തെ സംബന്ധിച്ച് കുറെ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഈ സമീപനത്തിന് പറയാവുന്നത് എന്താണ്? ഇവിടെ ഉണ്ട് ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നുള്ളത് കുറെ മെത്തേഡുകൾ, ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണങ്ങളാണ് പറയുന്നത് അല്ലെ. അത് കണക്ട് ചെയ്ത് ഓർക്കാൻ സംഭവം നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെ. ഉദാഹരണങ്ങൾ പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കും, കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. 19ാമത്തെ ചോദ്യം, ഒരു അധ്യാപിക തന്റെ സഹപ്രവർത്തകരോടുള്ള ദേഷ്യം കുട്ടികളോട് പ്രകടിപ്പിക്കുന്നു. ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഇതും ഡിഫൻസ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഗോൾഡൻ ടോപ്പിക് ആണ്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ആണ്. 2019 നവംബറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഒരു അധ്യാപക സഹപ്രവർത്തകരോട് ദേഷ്യമുണ്ട്, പക്ഷെ തീർക്കുന്നത് കുട്ടിയോടാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ BF സ്കിന്നറിന്റെ സംഭാവന അല്ലാത്തത് ഏത്? ഇതും 2019 നവംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് സ്കിന്നറുടെ അല്ലാത്തത്? ഓപ്പറന്റ് കണ്ടീഷനിങ് നമുക്കറിയാം, ആരുടേതാണ്? സ്കിന്നറുടേതാണ്. റീഇൻഫോഴ്സ്മെന്റ് കണ്ടാൽ ഉടനെ സ്കിന്നർ ആണ്. പ്രോഗ്രാംഡ് ലേണിംഗ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, സ്കിന്നറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇൻസൈറ്റ് ലേണിംഗ് മാത്രം എന്താണ്? ഇവിടെ ബന്ധമില്ലാത്തതാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയട്ടോ. അപ്പോൾ ഈ ഉൾക്കാഴ്ച പഠനം മറ്റത് 3 ഇദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്താണ്. സ്കിന്നറുടെ തിയറി പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിലെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യാതെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഗോൾഡൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും പഠിച്ചു പോകുക. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചു പോകുക. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള താഴെ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. പറയാലോ എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ കമന്റ് അറിയിക്കുക. നിങ്ങൾക്ക് കേട്ടിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, എല്ലാവരും കേട്ടിട്ട് പാസ്സാകട്ടെ കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.